കണ്ണൂർ കോർപ്പറേഷനിൽ എൽ.ഡി.എഫിന് കോൺഗ്രസ് വിമതൻ പി.കെ. രാഗേഷിന്റെ പിന്തുണ. ഇപ്പോൾ അതിന്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പി.വി. ജോഷ്ല കണ്ണൂരിൽ നിന്നും. ജോഷ്ല, രാഷ്ട്രീയ അനിശ്ചിതത്വം അത് കോൺഗ്രസിൽ യു.ഡി.എഫിൽ എത്രമാത്രം രൂക്ഷമാണ്? നിലവിൽ എൽ.ഡി.എഫിന്റെ സാധ്യതകൾ എങ്ങനെ? പ്രദീപ്, ഏറ്റവും അവസാനമായി കോൺഗ്രസ് ഇപ്പോൾ വിപ്പ് നൽകിയിരിക്കുകയാണ്. കോൺഗ്രസിലെ കൗൺസിലർമാർക്ക് വിപ്പ് നൽകിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് സുമാ ബാലകൃഷ്ണനെ മേയർ കാൻഡിഡേറ്റായ സുമാ ബാലകൃഷ്ണനെ വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിപ്പാണ് നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ പി.കെ. രാഗേഷ് എന്ന വിമതൻ ഇതിനിടയിൽ ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കും. പി.കെ. രാഗേഷ് പറയുന്ന ഏറ്റവും അവസാനമായി പ്രഖ്യാപിച്ച ഒരു കാര്യം സുമാ ബാലകൃഷ്ണനെ മാറ്റണം എന്നുള്ളതായിരുന്നു. സുമാ ബാലകൃഷ്ണനെ മാറ്റിയ യു.ഡി.എഫിൽ പിന്തുണ നൽകും നിരുപാധികം എന്നായിരുന്നു. എന്നാൽ ഇതിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. കെ.പി.സി.സി ജനറൽ സെക്രട്ടറിയാണ് സുമാ ബാലകൃഷ്ണൻ. മാത്രമല്ല കെ സുധാകരന്റെ വലങ്കൈയാണ്. ഡി.സി.സി നേതൃമാറ്റം കൂടി അവർ പി.കെ. രാഗേഷ് ആവശ്യപ്പെട്ടിരുന്നു. ഇതൊന്നും തന്നെ പരിഗണിക്കാൻ യു.ഡി.എഫ് നേതൃത്വം ഏറ്റവും അവസാന നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് കോൺഗ്രസ് വിപ്പ് നൽകി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സുമാ ബാലകൃഷ്ണനെ നോമിനേഷനിൽ മേയർ കാൻഡിഡേറ്റ് എന്ന നോമിനേഷനിൽ കണ്ടാൽ എൽ.ഡി.എഫിന് നിരുപാധിക പിന്തുണ എന്നുള്ളതാണ് പി.കെ. രാഗേഷിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ എൽ.ഡി.എഫിന് മേയർ സ്ഥാനം തെളിഞ്ഞു വരുന്നു എന്ന ചിത്രമാണ് ഏറ്റവും അവസാനമായി നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുക. എന്തായാലും എൽ.ഡി.എഫിന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വോട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. അതിനുള്ള ആ ചിത്രങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യ കോർപ്പറേഷൻ ആര് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം തീരുമാനമാകും. പ്രദീപ്, ജോഷ്ല, എല്ലാ കണ്ണുകളും രാഷ്ട്രീയ നോട്ടവും കണ്ണൂരിലേക്കാണ്. ഇപ്പോൾ അവിടുത്തെ വോട്ടെടുപ്പ്, അവിടെ പങ്കെടുക്കുന്ന അകത്ത് അംഗങ്ങളുടെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ കണ്ണൂരിലെ രാഷ്ട്രീയം, അതിന്റെ പരിസരത്ത് എത്രമാത്രം സജീവമാണ്? തീർച്ചയായും പ്രദീപ്, എല്ലാ കണ്ണുകളും ഇപ്പോൾ കണ്ണൂർ മേയർ എന്നുള്ള കണ്ണൂർ കോർപ്പറേഷൻ ആര് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്. കാരണം ആദ്യ കോർപ്പറേഷനാണ്, ആറാമത്തെ കോർപ്പറേഷൻ, പുതിയ കോർപ്പറേഷനാണ്. ഇത് ആര് ഭരിക്കും? സാധാരണഗതിയിൽ യു.ഡി.എഫ് വളരെ എളുപ്പത്തിൽ വിജയിച്ചു കയറേണ്ട സ്ഥലമായിരുന്നു കണ്ണൂർ. അത്തരത്തിലുള്ള ഒരു അതിർത്തി നിർണ്ണയമടക്കം സാധ്യമാക്കിക്കൊണ്ടായിരുന്നു കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ചത്. എന്നാൽ പെട്ടെന്നുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എന്ന് വേണം ഇതിനെ വിലയിരുത്താൻ. കണ്ണൂർ കോർപ്പറേഷനിൽ 27 സീറ്റ് നേടി എൽ.ഡി.എഫ് വിജയിച്ചു. അതിനപ്പുറം 27 സീറ്റിൽ തന്നെ കോൺഗ്രസിന് ഒതുങ്ങേണ്ടി വന്നു, യു.ഡി.എഫിന് ഒതുങ്ങേണ്ടി വന്നു. അതിലപ്പുറം മറ്റൊരു കാര്യം, 10 സീറ്റ് ലീഗിന് നേടേണ്ടി വന്നു. ഏറ്റവും നിർണായക ശക്തിയായി കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥി മാറി. റിബൽ സ്ഥാനാർത്ഥിയെ പുറത്താക്കിക്കൊണ്ടുള്ള കെ.പി.സി.സി നിർദ്ദേശമടക്കം വന്ന സ്ഥലത്ത് നിന്നും അത് തിരുത്തേണ്ട ഗതികേടിലേക്ക് യു.ഡി.എഫ് മാറുന്നു. എന്നാൽ പിന്നീട് കണ്ട കാഴ്ച യു.ഡി.എഫ് നിബന്ധനകൾ നൽകുന്നതാണ്, വിമതൻ നിബന്ധനകൾ നൽകുന്നതാണ്. ഇതടക്കം അംഗീകരിക്കാൻ യു.ഡി.എഫിന് പിന്നീട് സാധ്യമാകുന്നില്ല. വിമതന്റെ മുമ്പിൽ എത്ര മുട്ടുമടക്കിയിട്ടും കാര്യങ്ങൾ സാധ്യമാവാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു. അവസാനം ഏറ്റവും അവസാന നിമിഷത്തിൽ എൽ.ഡി.എഫിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിമതൻ രംഗത്തെത്തുന്നു. ഇത് കോർപ്പറേഷന്റെ ചരിത്രം തന്നെ, പഴയ നഗരസഭയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്ന വിധത്തിലേക്ക് പോവുകയാണ്. പഴയ നഗരസഭ അത് യു.ഡി.എഫിന്റെ കയ്യിലായിരുന്നു. അത് മാറ്റിയെഴുതുന്ന വിധത്തിലേക്ക്, എൽ.ഡി.എഫിന് പ്രതീക്ഷ നൽകുന്ന വിധത്തിലേക്ക് ഏറ്റവും അവസാന നിമിഷം മാറിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രദീപ്, ജോഷ്ല, കണ്ണൂർ കോർപ്പറേഷന്റെ രൂപീകരണം തന്നെ കോൺഗ്രസിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി എന്നാണ്, അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കിയതെന്ന ആക്ഷേപം വളരെ ശക്തമായിരുന്നു. ഇപ്പോൾ അവസാനം 27 എന്ന് വരുമ്പോൾ കെ.പി.സി.സിയുടെ ഉപസമിതിയെ തന്നെ വിമത പ്രശ്നം പരിഹരിക്കാനായി, അല്ലെങ്കിൽ വിമതനെ സമവായത്തിലെത്തിക്കാനായി കൊണ്ടുവരിക എന്ന അപൂർവ കാര്യങ്ങളും സംഭവിക്കുകയുണ്ടായി. ഒരു വിമതന്റെ മുന്നിൽ കോൺഗ്രസും യു.ഡി.എഫും മുട്ടുമടക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവസാന വട്ടം വരെ നടന്ന മാരത്തൺ ചർച്ചകൾ അത് ഏതു തരത്തിലായിരുന്നു? തീർച്ചയായും പ്രദീപ്, ഏറ്റവും അവസാനമായി ഇന്നലെ ചേർന്ന ഉപസമിതി യോഗം രാത്രി 8 മണി വരെ 9 മണി വരെ നീണ്ട ഉപസമിതി യോഗവും അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്കാണ് യു.ഡി.എഫ് മാറിയത്. വിമതന്റെ മുമ്പിൽ മുട്ടുമടക്കി അവസാനം കെ സുധാകരനടക്കം, കെ സുരേന്ദ്രനും കെ സുധാകരനും അടക്കം ഡി.സി.സി നേതൃയോഗം കെ.പി.സി.സി നേതൃത്വത്തെ അറിയിച്ചു. വിമതനെ തിരിച്ചെടുക്കാം. വിമതന്റെ കൂടെ ഉണ്ടായിരുന്ന പി.കെ. രാഗേഷിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 6 വിമതരെയും തിരിച്ചെടുക്കാം എന്ന് വരെ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ ഇതൊന്നുമായിരുന്നില്ല പി.കെ. രാഗേഷിന്റെ ആവശ്യം. അത് ഡി.സി.സി നേതൃത്വം മാറണം, സുധാകരന്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കണം, ഏകാധിപത്യം അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ഇതിനൊന്നും തന്നെ
ഈ ഇത്തരം കാര്യങ്ങൾക്കൊന്നും തന്നെ കീഴടങ്ങാൻ KPCC നേതൃത്വം തയ്യാറായിട്ടില്ല. ഏറ്റവും അവസാനം മേയർ കാൻഡിഡേറ്റായി സുമാ ബാലകൃഷ്ണനെ കൊണ്ടുവന്നാൽ താൻ വോട്ട് ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ നിന്നും പിന്മാറാൻ KPCC നേതൃത്വത്തിനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും LDFന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ സാധ്യമായിക്കൊണ്ടിരിക്കുന്നത്. ജോഷ്ലായ്, ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ അവിടെ വോട്ടെടുപ്പ് അല്ലെങ്കിൽ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ജോഷ്ല, നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ അവിടെ LDFന്റെയും UDFന്റെയും ഒക്കെ സാന്നിധ്യം, അംഗങ്ങളുടെ സാന്നിധ്യം ഏത് തരത്തിലാണ്? പ്രദീപ്, ഇന്ന് എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ മത്സരാർത്ഥികളും ഇവിടെ ഉണ്ട്. ഇതിൽ വോട്ടിംഗ് നില ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിൽ മാത്രമേ സംശയം ഉള്ളൂ. ഏറ്റവും അവസാനമായി സുമാ ബാലകൃഷ്ണൻ തന്നെയാണ് കാൻഡിഡേറ്റ് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വന്നു. വിപ്പ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക്. ഈ വിപ്പ് കൂടി നൽകുന്നതോടെ സുമാ ബാലകൃഷ്ണൻ രംഗത്ത് വന്നതോടുകൂടി എന്തായാലും അത് PK രാജേഷിന്റെ വോട്ട് അവസാനം അത് LDFനൊപ്പം മാറും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും ഏറ്റവും രൂക്ഷമായ ഏറ്റവും കനത്ത മത്സരം എന്ന് വേണം പറയാൻ. ഏറ്റവും ആകാംക്ഷയ്ക്ക് വക നൽകുന്ന രീതിയിലുള്ള മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ വോട്ടർമാരും എത്തിയിട്ടുണ്ട്. കോർപ്പറേഷനിൽ ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലം അറിയുന്നതോടുകൂടി കോർപ്പറേഷൻ ആരുടെ കയ്യിലെത്തും എന്നുള്ളത് തുടരുക. അവിടെ വോട്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വേറെ സ്ഥാനാർത്ഥിത്വം ഇല്ലായിട്ട് വിചാരിക്കുന്നു. യെസ്, സോ ആദ്യ സ്ഥാനാർത്ഥിത്വം 27ാമത്തെ ഡിവിഷൻ മേലെ ചൊവ്വ ശ്രീമതി EP. രണ്ടാമത്തെ സ്ഥാനാർത്ഥിത്വം 36ാമത്തെ ഡിവിഷൻ കീഴുന്ന ശ്രീമതി സുമാ ബാലകൃഷ്ണൻ. സോ 2 സ്ഥാനാർത്ഥിത്വങ്ങൾ അംഗീകരിക്കുകയാണ്. അടുത്തത് വോട്ടിംഗ് ആണ്. അതിനു മുമ്പ് ബാലറ്റ് പേപ്പർ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമുക്ക് ഇന്ന് വോട്ടിംഗ് നടത്താം. ഓരോ ഡിവിഷനിൻ്റെ ക്രമ നമ്പർ വെച്ചിട്ട് ഞാൻ വിളിപ്പിക്കും. അതിനുശേഷം അവർ ഈ സ്ഥലത്ത് അതിനുശേഷം അവർ അതിന് മേലെ അവരുടെ വോട്ട് രേഖപ്പെടുത്തുകയും അതിനുശേഷം ഭരണാധികാരിക്ക് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇത്രയും ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണുള്ളത്. എല്ലാവരും ഒന്നിച്ച് ചെയ്യുന്നത് ഓപ്പൺ വോട്ടിംഗ് ആയിരിക്കുന്നു. 55 വാർഡിൽ ഓരോ സ്ഥാനാർത്ഥികളും വിളിക്കുകയും അവർ വോട്ട് ചെയ്യുകയും വോട്ട് ചെയ്തിട്ട് നമ്മുടെ இந்த ஃப்ரேமில் പ്രതീക്ഷ
കണ്ണൂർ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ പി വി ജോഷ്ല കണ്ണൂരിൽ നിന്നും. ജോഷ്ല, ആ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ആരാണ് വരണാധികാരി? അവിടുത്തെ ഓരോ ചലനങ്ങളും നടക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അഭികാമ്യമായിരിക്കും ഈ ഓരോ നിമിഷങ്ങളും. പ്രദീപ്, വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. കളക്ടറുടെ നേതൃത്വത്തിലാണ് വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ കാര്യത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ ആരാണെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതേസമയം തന്നെ മറ്റൊരു കാര്യം, സുമാ ബാലകൃഷ്ണന് വിപ്പ് നൽകാൻ വേണ്ടി കണ്ണൂർ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യു മോഹനൻ ആണ് വിപ്പ് നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും, എല്ലാ സ്ഥാനാർത്ഥികൾക്കും, എല്ലാ വോട്ടർമാർക്കുമായി വിപ്പ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൂർ കോർപ്പറേഷൻ ഇത് ഒരു വിപ്പ് നൽകി എന്നുള്ളത് കൊണ്ട് തന്നെ കണ്ണൂർ കോർപ്പറേഷനിൽ ഇത് പി കെ രാഗേഷിനുള്ള ഒരു അടിയായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ പി കെ രാഗേഷിന്റെ നിലപാടുകൾ വരുമ്പോൾ ജോഷ്ല, അവിടെയുള്ള അംഗങ്ങളുടെ സാന്നിധ്യം ദൃശ്യങ്ങൾ സഹിതം ആരൊക്കെ വോട്ട് രേഖപ്പെടുത്തുന്നു വിശദമായി തന്നെ ജോഷ്ലയിലേക്ക് അല്പസമയത്തിനകം തിരിച്ചെത്തും. അതിനു മുമ്പ് പി കെ രാഗേഷ് വോട്ടെടുപ്പിന് അവസാന മണിക്കൂർ നടന്ന ചർച്ചയുടെ മാരത്തൺ ചർച്ചകൾക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനം പി കെ രാഗേഷിന്റെ വാക്കുകളിൽ. കണ്ണൂരിലെ കോർപ്പറേഷനകത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ ഈ അവസ്ഥക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പള്ളിക്കുന്ന് മണ്ഡലത്തിലെ ഏകാംഗ മണ്ഡലം പ്രസിഡന്റ് പരാജയപ്പെട്ടിരിക്കുന്നു. ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം. പുതിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ നോമിനേറ്റ് ചെയ്യണം. അതോടൊപ്പം ചെറക്കൽ ബ്ലോക്കിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് മണൽ മാഫിയ, ബ്ലേഡ് മാഫിയ, ഏറ്റവും ഒടുവിലായി ഒരു കൊലപാതകത്തിന് പോലും കൂട്ടുനിന്ന ഒരു ബ്ലോക്ക് പ്രസിഡന്റിനെ ഇന്നത്തെ KPCC നേതൃത്വത്തിന്റെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചല്ല നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റണം. 600 വോട്ടിന് ജയിക്കേണ്ട ഒരു UDFന്റെ ഒരു സീറ്റ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, 400 വോട്ടിന് പരാജയപ്പെടുത്തി. അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ഒരാളെ നോമിനേറ്റ് ചെയ്ത് ബ്ലോക്ക് കമ്മിറ്റി പുനഃസ്ഥാപിക്കണം. മറ്റൊന്ന്, DCC നേതൃത്വം മാറണം. ഏറ്റവും ഒടുവിലായി അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉൾപ്പെടെ പുറത്താക്കിയ 9 പേരെയും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം. മറ്റൊന്ന്, പാർലമെന്ററി പാർട്ടി യോഗം നടക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ സുമാ ബാലകൃഷ്ണനായാലും ഏത് ബാലകൃഷ്ണനായാലും മേയറായി തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്നുള്ള അവസ്ഥ ലംഘിച്ചുകൊണ്ട് 2 ദിവസം മുമ്പേ ഏകപക്ഷീയമായി യോഗം ചേർന്നുകൊണ്ട് സുമാ ബാലകൃഷ്ണനെ മേയറായി പ്രഖ്യാപിച്ചിരിക്കുന്നു. UDFന് കോൺഗ്രസിന് വലിയ തിരിച്ചടികൾ നൽകും എന്ന് പ്രതിജ്ഞയെടുത്തിട്ടുള്ള KK രാഗേഷ് തൻ്റെ ചർച്ചകൾക്ക് ശേഷം ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ KPCC ഉപസമിതിയെ തന്നെ നിശ്ചയിക്കുകയുണ്ടായി രാഗേഷിനെ വരുതിയിലാക്കാൻ. ആ ഉപസമിതിക്ക് നേതൃത്വം കൊടുത്തത് മന്ത്രി KC ജോസഫ് കോൺഗ്രസ് നിലപാടുകളെക്കുറിച്ച്. രാഗേഷുമായി തുറന്ന ചർച്ചയിലായിരുന്നു. ഞങ്ങൾ നേരിട്ടും അല്ലാതെ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഒഴികെ എല്ലാ ആവശ്യവും അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകാതെ ഞാൻ വരാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തോടെ ആ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കാൻ സാധിക്കില്ല. കാരണം 10 പേരുള്ള മുസ്ലിം ലീഗിനാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം, മേയർ സ്ഥാനം കോൺഗ്രസിനാണ്. അദ്ദേഹം വിട്ടുവീഴ്ച കാണിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തോടെ പള്ളിക്കുന്ന് മണ്ഡല കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു, സസ്പെൻഷൻ പിൻവലിക്കാമെന്ന് പറഞ്ഞു, അദ്ദേഹത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആക്കാമെന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാരുടെ നടപടി ആലോചിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും ഡെപ്യൂട്ടി മേയർ ഒഴികെ അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു. അദ്ദേഹം വഴങ്ങാൻ തയ്യാറായില്ല. മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വളരെ സങ്കീർണമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കണ്ണൂരിൽ കൂടെ കടന്നു പോകുന്നു. K. സുധാകരനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് KK രാഗേഷ് പറയുമ്പോൾ KK രാഗേഷിനെ അനുനയിപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വവും കൈക്കൊണ്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ വോട്ടിംഗ് നടപടികൾ പുരോഗമിക്കുന്നു. കണ്ണൂർ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് PV ജോഷ്ല, ഇപ്പോൾ നടപടിക്രമങ്ങൾ ഏതു തരത്തിലാണ് അവിടെ പുരോഗമിക്കുന്നത്? പ്രദീപ്, നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം വോട്ട് ചെയ്യുക പള്ളിയാമൂലയിൽ നിന്നുള്ള അംഗമാണ്. അതിനുശേഷമായിരിക്കും മറ്റുള്ളവർ വോട്ട് ചെയ്യുക. എന്തായാലും വാർഡ് നമ്പർ അനുസരിച്ചാണ് വോട്ടിംഗ് നടക്കുന്നത്. ഇതിൽ LDF സ്ഥാനാർത്ഥിയായി KP ലത 27ാം ഡിവിഷൻ മേലെ ചൊവ്വയിൽ നിന്നുള്ള KP ലതയാണ് മേയർ കാൻഡിഡേറ്റായി മത്സരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി 36ാം വാർഡ് കിഴുന്ന വാർഡിൽ നിന്നുള്ള സുമാ ബാലകൃഷ്ണനാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് വിപ്പ് നൽകി കഴിഞ്ഞു, ലീഗും അതുപോലെ വിപ്പ് നൽകി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.
കോൺഗ്രസിലെ ടി.ഒ. മോഹനും ലീഗിലെ MP മുഹമ്മദ് അലിയുമാണ് വോട്ടർമാർക്ക് വിപ്പ് കൈമാറിയിട്ടുള്ളത്. ഇത് സുമാ ബാലകൃഷ്ണന് വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള വിപ്പാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രന്റെ വോട്ട്, വിമതന്റെ വോട്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസ് വിമതന്റെ വോട്ട് LDF നേടും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാന നിമിഷത്തിലും പങ്കുവയ്ക്കാനുള്ളത്. അതുകൊണ്ട് മിക്കവാറും മേയർ സ്ഥാനാർത്ഥി, അത് കണ്ണൂർ കോർപ്പറേഷൻ LDF ഭരിക്കാനാണ് ഏറ്റവും അവസാനമായി നമുക്ക് പങ്കുവയ്ക്കാനുള്ള സാധ്യതകൾ. എന്തായാലും LDF-ലും വിപ്പ് നൽകിയിട്ടുണ്ട്. N. ബാലകൃഷ്ണനാണ് വിപ്പ് കൈമാറിയിട്ടുള്ളത്. അത് സ്ഥാനാർത്ഥി KP ലതയ്ക്ക് വോട്ട് ചെയ്യണം, മേയർ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യണം എന്നുള്ള വിപ്പാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇരു കക്ഷികളും വിപ്പ് നൽകിയ അവസ്ഥയിൽ വിമത സ്ഥാനാർത്ഥിയുടെ വോട്ട്, അത് വിമതന്റെ അവസാനമായി ആവശ്യപ്പെട്ട കാര്യം, അത് സുമാ ബാലകൃഷ്ണനെ മാറ്റണം എന്നുള്ളതായിരുന്നു. അതുപോലും തയ്യാറാകാത്ത സ്ഥിതിക്ക് വിപ്പ് നൽകി വിമതനെ ഒതുക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വിമതനെ അംഗീകരിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയത് കൊണ്ട്